السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي يخرج الحي من الميت ويخرج الميت من الحي وترزق من تشاء بغير حساب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله سيد الأولين والآخرين وخاتم الأنبياء والمرسلين وحبيب رب العالمين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. له دعوة الحق والذين يدعون من دونه له دعوة الحق والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي حافظ على سنن وآداب نتت مأثورة الخير من جاء مرسلا إذ لا دليلا على طريق إلى الإله إلا متاعبة للرسول المكملا في عاله وفعاله ومقاله فاتبعت والتابع لا تأويلا. പെരുമ്പാവൂർ മുജാഹിദ് ദഅവ സംഘം സംഘടിപ്പിച്ചിട്ടുള്ള തസ്കിയ 2012 ഈ മഹത്തായ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹബഹുമാനമുള്ള കാരണവന്മാരെ, സ്നേഹാദരണീയരായ ദീനി സ്നേഹികളെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ മാത്രം ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുകൂടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കളിലൂടെ
മാനവകുലത്തിന് നൽകിയിട്ടുള്ള ഇസ്ലാമിന്റെ മൗലിക സന്ദേശം ഉയർത്തിപ്പിടിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ ജീവിതത്തിൽ പാലിച്ച് ജനസമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം സംഗമിക്കുവാനുള്ള തൗഫീഖ് രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇവിടെ ഈ സംഗമത്തിന്റെ സമാപന പ്രഭാഷണത്തിൽ പ്രത്യേകമായി എന്നോട് സംസാരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം നമ്മുടെ ഈ തസ്കിയ 2012 ഉയർത്തിപ്പിടിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രം എന്ന ഏറ്റവും ഉജ്ജ്വലമായ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. വിഷയത്തിന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ആമുഖം ഈ വിഷയത്തിൽ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഇടക്കാലത്ത് ചില തൽപര കക്ഷികളുടെ താൽപര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നോളം പുലർത്തി വന്നിട്ടുള്ള ഈ തൗഹീദിന്റെ മാനദണ്ഡത്തിൽ ചില അഴിച്ചുപണികളെല്ലാം നടത്തുകയും അതിന്റെ ഭാഗമായി തൗഹീദ് ജനസമൂഹത്തിന് മുമ്പിൽ നമുക്ക് തുറന്നു പറയുവാൻ ധാർമ്മിക അവകാശമില്ല എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ വൈരികൾ ഒന്നടങ്കം ജനസമൂഹത്തിൽ പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമല്ലെങ്കിൽ പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമെന്ന ഈ മഹത്തായ സന്ദേശം നാം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തില് നവമടവൂരികളും അതുപോലെ തന്നെ മടവൂരികളും അതുപോലെ തന്നെ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും ഈ മുസ്ലിം സമുദായത്തിന്റെ മുതുകിൽ കെട്ടിവെച്ച് അവരെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരിലെ കാന്തപുരം വിഭാഗവും അതുപോലെ തന്നെ മൃദുല സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അന്ധവിശ്വാസം സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന EK വിഭാഗത്തിലെ ആളുകളും തുടങ്ങി എല്ലാ ആദർശവൈരികളും ഒരുമിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുകയാണ്. ഏതുപോലെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തൗഹീദി പ്രബോധനം എന്നാണ് അവർ പറയുന്നത്. എന്താ കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തൗഹീദിന്റെ നിലപാടിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, മാറിയിട്ടില്ല. പക്ഷേ സഹോദരങ്ങളെ, ചില തൽപര കക്ഷികളുടെ താൽപര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള മാരകമായ ചില അപകടങ്ങളാണ് സത്യത്തിൽ ചില ആളുകൾക്കുള്ള ഇത്തരത്തിലുള്ള ചില തെളിവുകൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ സമസ്ത മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ തിരുകേശത്തിനെതിരെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ EK വിഭാഗം ഓടിയിട്ടുണ്ട്. മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തില് മതത്തെ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാന്തപുരം വിഭാഗവും ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ നമ്മൾ മാറി നിന്നുകൊണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്താണ് ജീവിതത്തില് മുഴുവനും പ്രമാണവിരുദ്ധമായ അന്ധവിശ്വാസങ്ങള് അവര് സ്വീകരിക്കുകയും അത് മുസ്ലിം സമുദായത്തിന് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് എല്ലാ നിലക്കും അവരെ ചൂഷണം ചെയ്ത് പല ഖുറാഫാത്തുകളും ബിദ്അത്തുകളും
ഈ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്നവർ ഈ ക്യാമ്പയിൻ നടത്തുന്നത് വിരോധാഭാസമാണ്, അത് വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തിന് തുല്യമാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞത് വാസ്തവമാണ്. അത് പ്രമാണത്തിന്റെ പിൻബലത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് ആ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശിർക്കുകളെയും ബിദ്അത്തുകളെയും അന്ധവിശ്വാസങ്ങളെയും പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, പ്രാർത്ഥനക്കർഹൻ അല്ലാഹു മാത്രമെന്ന ഈ പ്രമേയത്തെ വേശ്യയുടെ ചാരിത്ര പ്രസംഗമായി ചില ആളുകൾക്ക് പരിഹസിക്കാവുന്ന രൂപത്തിൽ സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുള്ള ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ തൗബ ചെയ്യാതെ എത്തിയാലുണ്ടാകുന്ന ഭയാനകരമായ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കണം. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി അത്തരത്തിലുള്ള ആളുകൾക്ക് പിന്തുണ നൽകുന്ന ആളുകളും മനസ്സിലാക്കണമെന്നാണ് സാന്ദർഭികമായി ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹക്ക് പോലെ പറയണമെന്നുള്ളത് കൊണ്ട്, വിഷയത്തിനോട് പ്രമാണത്തിനോട് നീതി പുലർത്തണമെന്ന കൃത്യമായ താല്പര്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകളുടെ ഭൗതിക താല്പര്യങ്ങൾക്കോ അതുപോലെ തന്നെ ഭൗതികമായ ഏതെങ്കിലും ചില താല്പര്യങ്ങൾ പൂവണിയണമെന്നോ ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയും. അതുകൊണ്ട് അത് വേറെ ഏതെങ്കിലും തലത്തിലേക്ക് അതിനെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ചിന്താഗതി ആ സംസാരത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് പ്രമാണത്തിനോടുള്ള പ്രതിബദ്ധതയാണ്, ധാർമ്മികമായ രോഷമാണ് ഇനിയുള്ള കാര്യങ്ങൾ എന്നെ പറയിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യം വീണ്ടും ഞാൻ കുറിക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുമ്പോൾ, മുജാഹിദുകൾക്ക് സമൂഹത്തില് തൗഹീദ് പറയുവാൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് സഹായവും തേടാവൂ എന്ന കൃത്യമായ ആദർശം പറയുവാൻ ധാർമ്മിക അവകാശമില്ല എന്ന് പറയേണ്ടി വന്ന അവസ്ഥയെ സംബന്ധിച്ചും കൃത്യമായി സൂചിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ ദീനീ പ്രബോധനത്തിന് യാതൊരു തരത്തിലുള്ള ന്യായവുമില്ല സഹോദരങ്ങളെ. എന്താ കാരണം? ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഇപ്പൊ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറായ എം അക്ബർ സാഹിബ്, അദ്ദേഹം ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവർക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഉജ്ജ്വലമായ പ്രഭാഷണം സംഘടിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആ പ്രഭാഷണത്തില് കുരിശുപൂജയെ സംബന്ധിച്ചും അതുപോലെ വിഗ്രഹപൂജയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരുടെ വികലമായ വിശ്വാസങ്ങളെ സംബന്ധിച്ചും അതിശക്തമായ രൂപത്തിൽ എം അക്ബർ പറയുകയും എന്നിട്ട് അതെല്ലാം ശിർക്കാണ്, അത് അനുഷ്ഠിച്ചുകൊണ്ട് മരിച്ചുപോയാൽ നരകത്തിലാണ് എന്ന് ശക്തമായ രൂപത്തിൽ ആയത്തും ഹദീസും ഉദ്ധരിച്ചു പറയുമ്പോൾ സ്വാഭാവികമാണ് മുസ്ലിം സമുദായത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മരണപ്പെട്ടു പോയ അമ്പിയാക്കളെയും മഹത്തുക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരില്ലേ, അതുപോലെ കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നവരില്ലേ, അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യക്ക് വിരുദ്ധമായ അന്ധവിശ്വാസങ്ങൾ പ്രവർത്തിക്കുന്നവരില്ലേ, ഉണ്ട്. അപ്പോൾ അത് മൂടി വെച്ചുകൊണ്ട് ഇത് രണ്ടും ശിർക്കാണ്, തെറ്റാണ് എന്ന് മാത്രം പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല ദീനീ പ്രബോധനമല്ല. അതുകൊണ്ട് തന്നെ എം അക്ബർ സാഹിബിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു വിഷയാവതരണത്തിലോ അങ്ങനെയുള്ളൊരു കാപട്യം എം അക്ബർ സാഹിബ് കാണിക്കില്ല. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ സമൂഹത്തിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള അരങ്ങേറുന്ന സകലമായ വികലവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തുകൊണ്ട് വേണം മറ്റുള്ളവരുടെ വിശ്വാസത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് പ്രബോധനത്തിൽ കാപട്യമുണ്ടാകും. എന്നതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ പ്രബോധനത്തിന്റെ വഴിത്താരയിൽ യഥാർത്ഥത്തിൽ കീറാമുട്ടികൾ വലിച്ചിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ദഅവത്തിനെ തടസ്സപ്പെടുത്തുകയും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ വഴിത്താര മുടക്കുകയും ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥാവിശേഷം പ്രമാണത്തിന്റെ പിൻബലത്തിൽ നമുക്ക് ചിലത് പരാമർശിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ വേറെ ഒരു രൂപത്തിൽ കാണരുത്. അതിനാണ് ഈ ഉദാഹരണം ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്റെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ വരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ആകാശങ്ങളെയും ഭൂമിയെയും അതിലെ സർവ്വചരാചരങ്ങളെയും പടച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഭൂമിയെ സംവിധാനിച്ചത് എന്തിനാണ്? മനുഷ്യരായ നമുക്ക് ജീവിക്കുവാനാണ്. അതുപോലെ തന്നെ നാം കാണാത്ത ജിന്ന് വർഗത്തിന് നമ്മോടൊപ്പം ഇവിടെ ഭൂമിയിൽ ജീവിക്കുവാനാണ്. അതുകൊണ്ട് ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തന്നു. എന്നിട്ട് നമുക്ക് കൃത്യമായി അവന്റെ അനവധി അനുഗ്രഹങ്ങൾ അവൻ ഭൂമിയിലേക്ക് വർഷിപ്പിച്ചു തന്നു. എന്തിനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് നൽകിയത്? തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഉല്ലസിച്ചും ആനന്ദിച്ചും
ഈ ഭൂമിക്ക് മുകളില് ആസ്വദിച്ച് അങ്ങനെ മരിച്ച് മണ്ണിന്റെ ഭാഗമായി ദ്രവിച്ചു പോകാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിൽ പടച്ചു തമ്പുരാന് മഹത്തായൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. 51-ാം അധ്യായം സൂറത്ത് ഖാഫിന്റെ 56-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. അപ്പൊ മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിച്ച് സഹോദരങ്ങളെ വളർന്ന് ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ വീടെടുക്കാനോ ഇവിടെ ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങിക്കൊണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന വാഹനങ്ങളിലൂടെ മുന്തിയ ഭക്ഷണം കഴിച്ച് മുന്തിയ വസ്ത്രം ധരിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കാനോ വേണ്ടിയല്ല, മറിച്ച് താൽക്കാലികമായ ജീവിതത്തില് പടച്ചു തമ്പുരാൻ നമുക്ക് നൽകുന്ന ഗിഫ്റ്റുകൾ മാത്രമാണിതൊക്കെ. ഇതിനു വേണ്ടിയല്ല നാം ഇങ്ങോട്ട് വന്നത്, മറിച്ച് നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, വെളിച്ചം നൽകിയ, നമുക്ക് നടക്കുവാനുള്ള കാലും പിടിക്കുവാനുള്ള കൈയും അതുപോലെ തന്നെ കാണുവാനുള്ള കണ്ണും കേൾക്കുവാനുള്ള കാതും ശ്വസിക്കുവാനുള്ള ഓരോ അവയവങ്ങളും നൽകിക്കൊണ്ട് നമ്മെ പടച്ചു തമ്പുരാൻ അനുഗ്രഹീതമാക്കിയത് എന്തിനാണ്? എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും നേർച്ചകളും വഴിപാടുകളും പടച്ചു തമ്പുരാന് മാത്രം നൽകണം. അല്ലാതെ അള്ളാഹുവിന് അവൻ വെള്ളം വെളിച്ചം നൽകിയതിന്റെ പേരില് അവന് സഹോദരങ്ങളെ പണം തിരിച്ചടക്കേണ്ടതില്ല. പടച്ചു തമ്പുരാന് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ടില്ല, മറിച്ച് റബ്ബിങ്കലേക്ക് മനുഷ്യരിൽ നിന്ന് ഉയരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരുകയാണ്, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അപ്പൊ പടച്ചവനിലേക്ക് മാത്രമായി നാം, അല്ലാഹു തആലയിലേക്ക് മാത്രമായി നാം കൃത്യമായി നൽകേണ്ട ഒരു കാര്യമാണെന്ത്? ഇബാദത്ത്. അത് അവന് മാത്രമാണ് നൽകേണ്ടത്. ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഒരു മഹത്തായ ഉത്തരവാദിത്വവും സന്ദേശവുമാണ് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവ്വലുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്തായ ഉത്തരവാദിത്വം, ആ മൗലികമായ സന്ദേശം അതിന്റെ തനതായ രൂപത്തില് സ്വീകരിക്കുവാൻ യഥാർത്ഥത്തിൽ മാനവകുലം തയ്യാറായില്ല. മറിച്ച് പടച്ചു തമ്പുരാന് മാത്രം നൽകേണ്ട പ്രാർത്ഥന, ആരാധന, നേർച്ച വഴിപാടുകൾ, ആ ഇബാദത്തുകളിലെ പല വശങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്നതോടൊപ്പം തന്നെ അല്ലാഹു അല്ലാത്തവർക്കും മനുഷ്യന്മാര് നൽകി. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്തുണ്ടായി? മഹാനായ ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയിൽ തുടങ്ങി അന്ത്യപ്രവാചകനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ അന്ത്യപ്രവാചകൻ വരെയുള്ള 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അതാത് സമൂഹത്തിലേക്ക് പ്രവാചകന്മാരായി അല്ലാഹു തആല നിയോഗിക്കേണ്ടി വന്നു. എന്തിനാണ് നിയോഗിക്കേണ്ടി വന്നത്? അടിസ്ഥാനപരമായി മനുഷ്യകുലത്തിന് ഏൽപ്പിക്കപ്പെട്ട ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യന്മാരകന്നു. അഥവാ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ഈ തൗഹീദിന്റെ സന്ദേശത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തിന്റെ പല വശങ്ങളും അവർ നൽകിയപ്പോൾ എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് വന്നു. പല തിന്മകളും അവരിൽ ഉണ്ടായപ്പോൾ അതൊക്കെ അവരുടെ പ്രബോധനത്തിൽ അവര് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലോ അടിസ്ഥാനപരമായി അവര് സമൂഹത്തോട് പറഞ്ഞതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരുകയാണ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പും കടന്നുപോയ സകല അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ വാക്കേതാണ്? സന്ദേശമേതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹനായി അല്ലാഹു തആല മാത്രമാണ്. അല്ലാഹു തആല മാത്രമാണ് പ്രാർത്ഥനക്ക് അർഹനായിട്ടുള്ളവൻ, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ, ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത ഒരു ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ നിങ്ങളുടെ പ്രാർത്ഥനയോ നേർച്ചകളോ വഴിപാടുകളോ ഇബാദത്തിന്റെ ഒരു വശങ്ങളോ പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ സന്ദേശം ജനസമൂഹത്തോട് പ്രവാചകന്മാരഖിലവും പറഞ്ഞത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു, ഇന്ന ശിർക ലദുൽമുൻ അദീം.
അവനിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പാപോ അത് അല്ലാഹു തആല ഏറ്റവും കടുത്ത പാപമായി കണക്കാക്കിയതാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മറ്റേത് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തന്നാലും വിട്ടുപുറത്തു തന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആലയിൽ പങ്കുവെക്കുക എന്ന പാപം അവന് മാത്രം നൽകേണ്ട ഇബാദത്തുകളില് അല്ലാഹു അല്ലാത്തവർക്ക് അത് നൽകുക എന്ന ശിർക്ക് ഒരിക്കലും തന്നെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. 4-ാം അധ്യായം സൂറത്ത് നിസാ 116-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല അതിന്റെ ശക്തി വീണ്ടും പഠിപ്പിച്ചു തരികയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല പറയുകയാണ്, അവനിൽ പങ്കുവെക്കുക എന്ന കാര്യം അഥവാ ശിർക്ക് എന്ന കാര്യം മറ്റേത് പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തന്നാലും ഇത് ഞാൻ പുറത്തു തരില്ല. അവ ശിർക്ക് ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ വിശ്വാസത്തിന്റെ മുകളില് നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ള നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സൽക്രമങ്ങള് മുഴുവനും ശിർക്ക് ചെയ്താൽ ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ സാധനം നിറച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നിഷ്ഫലമായി പോകും. പരലോകത്ത് വട്ടപൂജ്യമായിരിക്കും. അത്തരക്കാരായ ആളുകൾക്ക് പ്രവേശിക്കാനുള്ള സങ്കേതം ശാശ്വതമായ നരകമാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹു തആലയിൽ ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്തിന്റെ ഏതേത് വശങ്ങളില് ഒരു ചെറുതാകട്ടെ വലുതാകട്ടെ, ചെറിയ രൂപമാകട്ടെ വലിയ രൂപമാകട്ടെ, അത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗം പടിയടച്ച് പിണ്ടം വെക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവന്റെ സങ്കേതം നരകമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മോട് പഠിപ്പിച്ചൊരുകയാണ്. എന്താ പഠിപ്പിച്ചൊരുന്നത്? ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ പാടെ വർജിക്കണം മുഅ്മിനുകളെ. അതിന്റെ അർത്ഥം വൻപാപങ്ങൾ 7 എണ്ണമെന്ന് മാത്രമല്ല, പക്ഷേ ആ ഹദീസിലൂടെ ശക്തമായി പഠിപ്പിച്ചു 7 പാപങ്ങൾ നിങ്ങൾ പാടെ വർജിക്കണം. ഒന്നാമതായി എണ്ണി പഠിപ്പിക്കുന്നു അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുവെക്കുക എന്നതാണ്. അപ്പൊ പടച്ച തമ്പുരാന് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ എത്ര ഇബാദത്ത് ചെയ്താലും അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒരു ഉപദേശം നമുക്ക് കാണാം. അബൂബക്കറെ, ശിർക്കിനെ നീ സൂക്ഷിക്കണം കേട്ടോ. അഖ്ഫാ ഫീകും വദബീബുൻ നംല്, അത് ഉറുമ്പ് അരിച്ചു വരുന്ന പോലെ അരിച്ചു വരും. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്താ റസൂലേ നിങ്ങൾ എന്നോട് ഈ പറയുന്നത്? നിങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയത് മുതല് നിങ്ങളുടെ കൂടെ ഒരു സന്തത സഹചാരിയായി ദീനിന് വേണ്ടി വിശ്വാസം സ്വീകരിച്ച് നിങ്ങളെ പിൻപറ്റി പ്രയത്നം സഹിച്ച ആളല്ലേ ഞാൻ. അല്ലാഹു തആല നിങ്ങൾക്ക് അറിയിച്ചു എന്ന വഹിയിലൂടെ സ്വർഗമുണ്ടെന്ന് ഉറപ്പാക്കിയ ആളല്ലേ ഞാൻ. ഞാനൊക്കെ ശിർക്കിനെ ഭയപ്പെടണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് വർത്തമാനാണ് നബിയെ ഇത്? എന്നെ നിങ്ങൾ മുശ്രിക്കാക്കല്ല കേട്ടോ. ഇതൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ചിന്തിച്ചില്ല. മറിച്ച് വിനയാനിതനായിക്കൊണ്ട് ചോദിക്കുന്നു, റസൂലേ, ഉറുമ്പ് അരിച്ചു വരുന്ന പോലെ ഗോപ്യമായി ശിർക്ക് വരുമെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത്? അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ചില പദങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. എന്തായാലും ആശയം എന്താ? അല്ലാഹുവേ, ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അറിഞ്ഞുകൊണ്ടും അറിയാതെയും എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുന്നതിന്, അവ ശിർക്ക് വന്നു പോകുന്നതിൽ നിന്ന്, അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന മുസ്ലിം സമുദായത്തിന് എന്തിനാണ് സഹോദരങ്ങളെ റസൂൽ പഠിപ്പിച്ചത്? മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്ത് ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു ഗ്യാരണ്ടി റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആയത്തും ഇങ്ങനെ ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ ശിർക്ക് എന്ന പാപം അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയില് 10ാമത്തെ തലമുറ മുതൽ ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതൽ അല്ലാഹു തആലക്ക് പുറമെ ഇബാദത്തിൽ മറ്റു പലരെയും പങ്കുവെച്ചുകൊണ്ട് ശിർക്ക് ചെയ്ത് വ്യതിചലിച്ച് നരകത്തിന്റെ അവകാശികളായി തകർന്നു പോയിട്ടുള്ള സമുദായത്തിന്റെ ചരിത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ലാ തഖൂമുസ്സാ, അന്ത്യനാള് സംഭവ്യമല്ല. ഹത്താ, ഏതുവരെ? തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ ഔതാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്ത്യനാള് സംഭവിക്കുകയില്ല. ഏതുവരെ? മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ശിർക്കിലേക്ക് പോകാതെ, മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ, ബഹുദൈവ ആരാധകരുടെ വിശ്വാസ ആചാരം കടമെടുക്കാതെ എത്രത്തോളം അവര് പങ്കുചേരുമെന്നോ, വഹത്താ തഅബുദൽ ഔതാൻ, കല്ലുകളെ വരെ ആരാധിക്കുന്ന ഒരു സമുദായമായി ഉമ്മത്ത് മാറും. ഈ ഉമ്മത്തിലൊരു വിഭാഗം മാറും. ഇത് വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള്, കേരളക്കരയില് മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ച കാലഘട്ടം മുതൽ ഈ സമയം വരെ, ഇനി ഇലാ യൗമുൽ ഖിയാമ വരെ മുസ്ലിം സമുദായത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പച്ചയായ ശിർക്കൻ വിശ്വാസങ്ങള് ശക്തമായി കൊണ്ട് വിമർശിക്കുന്നത്, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷേ മുസ്ലിയാക്കന്മാരോ സമൂഹത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തിന് മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുതുവ്യാഖ്യാനം നൽകിക്കൊണ്ട് അവരെ പച്ചയായ ശിർക്കിൽ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശിർക്കിലേക്ക് മുസ്ലിം ഉമ്മത്തിൽ ഒരു വിഭാഗം ചേരുമെന്ന പ്രധാനപ്പെട്ട വചനം ഉണ്ടായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് മാത്രമായി പറഞ്ഞ, അല്ലെങ്കിൽ അതിനെ ഇനി മുസ്ലിം സമുദായത്തിലേക്ക് മൊത്തമാക്കിയാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത, സ്വലഫ് സ്വാലികൾ വ്യാഖ്യാനിക്കാത്ത ഒരു വ്യാഖ്യാനവും അർത്ഥവും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ബന്ധുവായ ജൂനിയർ കാന്തപുരം എന്ന് നമ്മൾ പറയുന്ന ആ AP മുഹമ്മദ് മുസ്ലിയാര് പ്രവാചകന്റെ വചനത്തെ കോട്ടിമാറ്റി അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ പവർ നോക്ക് നിങ്ങൾ, അല്ലെങ്കിൽ ഏറെമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ, ലസ്തു അഖ്ശാ മിൻകും മൻ തുശ്രികൂ, എന്റെ സമുദായം ഒരിക്കലും ബഹുദൈവാരാധകരായി മാറുകയില്ല. ലസ്തു അഖ്ശാ മിൻകും മൻ തുശ്രികൂ, എന്റെ സമുദായം ഒരിക്കലും ബഹുദൈവാരാധകരായി മാറുകയില്ല. സഹീഹ് ബുഖാരിയിൽ 9 സ്ഥലത്ത് ഈ ഹദീസ് വന്നിട്ടുണ്ട്. മുഅ്ജിസത്തുകൾ പലതും അല്ലാഹുവിന്റെ റസൂൽ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രധാന സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ച കൂട്ടത്തിൽ ഒന്നാണ് ലസ്തു അഖ്ശാ മിൻകും മൻ തുശ്രികൂ, എന്റെ സമൂഹം, എന്റെ സമുദായം കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ സമുദായം പോലെയല്ല. എല്ലാവരും പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണെങ്കിലും അവരൊക്കെ മരണപ്പെട്ടതോടുകൂടെ ആ ഉമ്മത്തികൾ തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് കടന്നു. എന്റെ സമുദായം ഒരിക്കലും ശിർക്ക് ചെയ്യൂല, ബഹുദൈവാരാധകരാവൂല. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പഠിപ്പിച്ചതാ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇവിടെ പറഞ്ഞത്? എന്റെ സമുദായം ഒരിക്കലും തന്നെ ശിർക്ക് ചെയ്യൂല, ശിർക്കിലേക്ക് പോകൂല, ബഹുദൈവ ആരാധകരാകൂല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിന്റെ പദത്തിൽ തന്നെ കൃത്രിമത്വം നടത്തുകയാണ്. വ്യക്തമായി ലസ്തു അഖ്ശാ മിൻകും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാര് 2 അർത്ഥമാണ് അതിന് കണ്ടിട്ടുള്ളത്. ഒന്ന്, ആ സ്വഹാബത്തിനോട് പറയുന്നതാണ്, സ്വഹാബത്തെ, നിങ്ങളിൽ ഒരിക്കലും ഇനി ലാത്തയും ഉസ്സയും ആരാധിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ കടന്നു വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് ചില മാത്സര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും, ചില പ്രാദേശിക കലാപങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വഹാബികളെ ആരും തന്നെ ശിർക്കിലേക്ക് പോകുന്നില്ല, പോയിട്ടുമില്ല. അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരർത്ഥം. ഇനി സഹോദരങ്ങളെ, രണ്ടാമത്തൊരർത്ഥത്തിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ പ്രവാചകന്റെ അനവധി വചനങ്ങൾ മുസ്ലിം സമുദായം ജൂത ക്രിസ്ത്യാനികളുടെ മാർഗങ്ങളെ പിന്തുടരുമെന്നും ചാണിനും മുഴത്തിനും സമമായി അവരെ പിൻപറ്റിപ്പോകുമെന്നും വ്യക്തമായി പറഞ്ഞ ഹദീസുകൾ ഇവിടെ ഉണ്ട്.
അങ്ങനെ തുടങ്ങിയ അനവധി ഹദീസുകൾ ഉണ്ടായിരിക്കെ അല്ലാഹുവിന്റെ റസൂല് വൈരുദ്ധ്യം പറയുമോ? വൈരുദ്ധ്യം പറയില്ല. പക്ഷേ സമുദായത്തിൽ നിലനിൽക്കുന്ന ശിർക്കിന് ഊടും ഭാവും നൽകി മുസ്ലിം ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്ന പുരോഹിതന്മാർ ഹദീസിന്റെ അർത്ഥം തന്നെ മാറ്റിക്കൊണ്ട് പറയുകയാണ്, ബഹുദൈവാരാധന മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകൂല, ശിർക്ക് മുസ്ലിം സമുദായത്തിൽ ഒരിക്കലും വരൂല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടാണത് പറഞ്ഞത്. ഇനി രണ്ടാമത് അല്ല, പൊതുവായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിലെ ഒരർത്ഥം എന്താണ്? മുസ്ലിം സമുദായം ഒന്നടങ്കം ശിർക്കിലേക്ക് പോകൂല, അപ്പോഴും ശിർക്കിലേക്ക് ഒരു വിഭാഗം പോകും എന്ന് അതിൽ ധ്വനിയില്ലേ? അത് നിന്റെ വ്യാഖ്യാനമല്ലേ, നീ പറഞ്ഞതല്ലേ എന്നാ ഞാൻ പറയണ്ട. അതേ ശിർക്കിന്റെ പാളയത്തിൽ തന്നെയുള്ള മുസ്ലിയാക്കന്മാരും കിതാബ് അർത്ഥം വെക്കുമ്പോ ചിലപ്പോഴെങ്കിലൊക്കെ ഹക്ക് പറയല്ലോ. പേരോത്ത് റഹ്മാൻ സഖാഫി പറയുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദി. എന്റെ കാലശേഷം ഈ ഉമ്മത്ത് ഒന്നടങ്കം ശിർക്കിൽ പെട്ടുപോകുമെന്ന ഭയം എനിക്കില്ല. ഈ ഉമ്മത്ത് ഒന്നടങ്കം ശിർക്കിൽ പെട്ടുപോകുമെന്ന ഭയം എനിക്കില്ല. കാരണം എന്റെ സമുദായം ഒന്നടങ്കം ശിർക്കിൽ പെട്ടുപോവുകയില്ല. ഒന്നായിട്ട് ഈ സമുദായം അങ്ങനെ തന്നെ ശിർക്കിൽ പെട്ടുപോവുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന ഭയം എനിക്കില്ല ജനങ്ങളെ. കണ്ടോ? അപ്പൊ ഒന്നടങ്കം മുസ്ലിം സമുദായം ശിർക്കിൽ പെട്ടുപോകുമെന്ന ഭയം എനിക്കില്ല ജനങ്ങളെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിലോടുകൂടി പ്രവാചകകുലം അവസാനിച്ചു. ഇനി ഒരു വേദഗ്രന്ഥം അവതരിക്കാനില്ല, ഇനി ഒരു വിശുദ്ധ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം വരാനില്ല. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും യഥാർത്ഥമായ ദീനിന്റെ വിശ്വാസകർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ തനതായ രൂപത്തില് മനസ്സിലാകുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ഒരു വിഭാഗം ഹക്കിന്റെ മേലെന്നും ജ്വലിച്ചു നിൽക്കുമെന്നത് അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ലേ മുസ്ലിയാക്കന്മാരെ? ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഹദീസ് രണ്ടാമതായിക്കൊണ്ട് ഇന്ന ബനി ഇസ്രായേൽ സിൻതൈനി വസബഊന മില്ല, ബനു ഇസ്രായേൽ സമുദായം 72 വിഭാഗമായി പിളരും. വതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ സമുദായം